മിക്ക ആൾക്കാരുടെയും വീട്ടിലും പറമ്പിലെല്ലാം ഉണ്ടാവും. പക്ഷെ ആരും മൈൻഡ് ചെയ്യാത്തൊരു കാര്യമുണ്ട്, നമ്മളെ പച്ചച്ചീര. അതായത് നല്ല വൈറ്റമിൻസും മിനറൽസും മഗ്നീഷ്യം ഒക്കെ അടങ്ങിയിട്ടുള്ളതാണ് ഇതിൽ. അതുകൊണ്ട് തന്നെ നമ്മൾ കുട്ടികൾക്ക് കൊടുക്കുന്നതായാലും വലിയവർക്കായാലും നമ്മളെ ശരീരത്തിന് ഏറ്റവും കൂടുതൽ ഡൈജഷനും എല്ലാം നല്ലൊരു മെഡിസിൻ തന്നെ പറയാം ഈ പച്ചച്ചീര. പക്ഷെ ആരും അധികം കാര്യമാക്കില്ല. നമ്മളെന്ത് പണിയെടുക്കും, ഈ ചീര ഇവിടെ പറമ്പിലുണ്ടെങ്കിലും നമ്മളത് മൈൻഡാക്കാതെ പുറത്ത് പോയി നല്ല വിഷം അടിച്ചിട്ടുള്ള ക്യാബേജും അതുപോലെ ബീൻസും പയറും ഒക്കെ വാങ്ങിച്ച് ഉപ്പേരിയാക്കിയിട്ട് കഴിക്കും. അതിനേക്കാളൊക്കെ ഏറ്റവും ബെസ്റ്റായത്, അതായത് ഞാൻ ഇതൊന്നും നട്ടു കൊടുത്തത് കൂടിയല്ല. കാരണം ഞാൻ പച്ചക്കറി കൃഷി ചെയ്യുന്ന സമയത്ത് അതിൽ ഗ്രോ ബാഗിൽ സൈഡിലൂടെ വളർന്നു വരുന്നതാണ്. ഇതുപോലെ വിത്ത് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ പൊട്ടിച്ച് ആ ഗ്രോ ബാഗിൽ ഇട്ടാൽ, അല്ലെങ്കിൽ നിലത്ത് ഇട്ട് കൊടുത്താൽ, ഇനി എവിടെ ഇട്ടിട്ടില്ലെങ്കിലും കൂടി അത് ആ സൈഡിലേക്ക് കൂടി അങ്ങ് വളർന്നു വരും. അതുപോലെ കട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ വീണ്ടും അതിൻ്റെ തളിപ്പുകൾ വന്ന് വീണ്ടും വരും. നല്ല ടേസ്റ്റുമാണ്. അത് ഉണ്ടാക്കുന്ന വീഡിയോ എനിക്ക് കംപ്ലീറ്റ് ആയിട്ട് എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ മിക്കവാറും എല്ലാവർക്കും അറിയുന്നതാണ് ചീര ഉപ്പേരി എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളത്. ചീര ഉപ്പേരി ഉണ്ടാക്കുക, അല്ല പരിപ്പും കൂട്ടി കറി വെക്കാം. നമുക്ക് വേറെ എന്തെങ്കിലും പയറുവർഗ്ഗങ്ങളിൻ്റെ കൂടെ ഇത് ആഡ് ചെയ്ത് കൊടുക്കാം, ഒക്കെ ചെയ്ത് കൊടുക്കാം. നല്ല ടേസ്റ്റിയാണ്. അതുപോലെ തന്നെ കുട്ടികൾക്ക് ഇനി ടിഫിനിലാണെങ്കിലും നമുക്ക് ഉണ്ടാക്കി കൊടുക്കാവുന്നതാണ്, സ്കൂളിലേക്ക് കൊടുക്കാം. ഇതും ഒരു മുട്ട കൂടി എടുത്ത് പൊരിച്ച് അതിൻ്റെ കൂടെ മിക്സ് ചെയ്ത് നമുക്ക് വറവ് പോലെ ഉണ്ടാക്കി കൊടുക്കാം. ഒക്കെ നല്ല ടേസ്റ്റാണ്. ഇതുപോലെ നല്ല വലിപ്പത്തിൽ ഉണ്ടാവും ചീര, നമ്മളെക്കാളും ഹൈറ്റ് വെക്കും. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഇല മാത്രം എടുത്തിട്ട് നമുക്ക് ഉപ്പേരി ഉണ്ടാക്കാം. അപ്പോൾ എല്ലാവരും വീട്ടിൽ ഇത് കണ്ടിട്ടെങ്കിലും ആൾക്കാർ ഇതൊന്ന് ഉണ്ടാക്കി നോക്കിക്കോട്ടെ. കാരണം നമ്മുടെ ശരീരത്തിന് ഏറ്റവും ബെസ്റ്റായിട്ടുള്ള ഭക്ഷണ പദാർത്ഥങ്ങളിലൊന്നാണ് നമ്മളെ പച്ചച്ചീര. ചുവന്ന ചീരേനേക്കാളും കൂടുതൽ വൈറ്റമിൻസൊക്കെ അടങ്ങിയിട്ടുള്ളത്.